സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം. ജിൻഡോ ഒളിവിലെന്നാണ് പോലീസ് അറിയിച്ചത്. കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എസ് ശ്യാംകുമാർ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് വിന്നർ ജിൻഡോ ആണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് അടിക്കണം. വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കമൻറ്റിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ജിൻഡോ ചേട്ടനാണ് ഇന്നത്തെ വിഷയം. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഈ ബിഗ് ബോസ് ടീമുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവരും റിലേറ്റ് ചെയ്തുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരിക വളരെ കോമൺ ആണ്. പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഇച്ചിരി വെറൈറ്റിയാണ്. കാരണം ആൾക്ക് വെറൈറ്റി കാര്യങ്ങളിലാണ് ആൾ മുന്നോട്ട് വരുന്നത്. ഒന്ന്, കല്യാണം കഴിക്കും, ഇപ്പോൾ കഴിക്കും, നാളെ കഴിക്കും, അമേരിക്കത്തെ ലേഡിയാണ്, കഴിച്ചു, ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു, പിന്നെ കല്യാണം നടക്കുന്നില്ല. രണ്ടാമത്തത്, ഒരു നല്ലൊരു ലഹരി കേസ് വന്നു. ലഹരി കേസ് വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മീഡിയേൻ്റെ മുമ്പിൽ വരുന്നു. അത് റിയാക്ട് ചെയ്ത സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ്, നിങ്ങൾക്കറിയാം, സീക്രട്ട് ഏജൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ മീഡിയേൻ്റെ മുമ്പിൽ വന്ന് വലിച്ചു വാരി പറയുന്നു. അതൊരു സൈഡിൽ നടക്കുന്നു. മൂന്നാമത്തെ സൈഡിൽ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ടീമുകാരുടെ BB ക്രിക്കറ്റ്, റൈറ്റ്, BB ക്രിക്കറ്റിൽ ജിൻഡോനെ പുറത്താക്കി, ജിൻഡോനെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺട്രവേഴ്സി വന്നു. പിന്നെ നമ്മൾ പൊതുവേ ഈ BB അന്നത്തെ സീസണിലെ ടീമുകാർ ഇപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ മാരേജോ അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പം ജിൻഡോ എന്ന് പറയുന്ന മുഖമോ ആ വ്യക്തിനെയോ അതിൽ നമ്മളിങ്ങനെ കണ്ടിരുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചിരുന്നു, ജിൻഡോക്ക് ഇപ്പോൾ റോക്കിയാണേ ഫൈൻ, സിജോനെ തല്ലി അതിൻ്റെ ഒരു റിവെഞ്ച് ഉണ്ടാവാമെന്ന് കരുതാം. ജിൻഡോ ഫസ്റ്റ് വിന്നറാണ്, എന്തുകൊണ്ട് ജിൻഡോനെ വിളിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് കുറേ തോട്ട്സൊക്കെ വന്നെങ്കിലും ജിൻഡോ തന്നെ പറഞ്ഞു എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്, അവരെന്നെ കൂട്ടുന്നില്ല, ഇങ്ങനെ. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും ഈ വിവാദങ്ങളിൽ ഇങ്ങനെ നിന്ന് പോകുന്ന ആളാണ് നമ്മളുടെ ജിൻഡോ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇപ്പം അടുത്തൊരു വിവാദം നമ്മളുടെ ജിൻഡോ ചേട്ടനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ആ വിവാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺ വിഷയം. ആൻഡ് ജിൻഡോ ചേട്ടൻ ഇപ്പോൾ കറൻ്റ്ലി മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ എന്താണെന്നുള്ളതൊന്ന് കംപ്ലീറ്റ് കാണാം. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ പോലീസ് അന്വേഷണം. ജിൻഡോ ഒളിവിലെന്നാണ് പോലീസ് അറിയിച്ചത്. കേസ് അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടും ജിൻഡോ എത്തിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. യെസ്, ജിൻഡോ എത്തൂല. കാരണം പെൺവിഷയം എന്ന് പറഞ്ഞാൽ അമ്മാതിരി നാറിയൊരു വിഷയമാണ്. അതിൽ കയറിയിട്ടുണ്ടേ പിന്നെ പെടും, പണി പാളും എന്നൊരു തോട്ടുണ്ട്. കാരണം ഇപ്പോൾ ദിയാകൃഷ്ണൻ്റെ അച്ഛൻ്റെ എതിരെ ഇങ്ങനെ ഒരു വലിയ അലിഗേഷൻ വന്നപ്പം അത് നുണയാണെന്ന് നമ്മൾ വിശ്വസിച്ചത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് 60 ലക്ഷത്തോളം ഇവർ മോഷ്ടിച്ചു എന്നൊരു തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. നമുക്ക് ഏകദേശം അറിയായിരുന്നു അവർ കള്ളത്തരാന്നറിയാം, എന്നാലും അതിനൊരു പ്രൂഫായി അത് വന്നോണ്ട, അത് പിടിച്ചോണ്ടാണ്. പക്ഷേ ഇവരെ ഈ പെർട്ടിക്കുലർ ജിൻഡോനെ സംബന്ധിച്ച് ഞാൻ എങ്ങാനും അവിടെ ഹാജരായ മീഡിയക്കാരൻ എൻ്റെ ചുറ്റും വരും, വീഡിയോ എടുക്കും, അത് ന്യൂസാവും, ഡിസ്കഷൻ വരും, അത് ടോപ്പിക്കാവും, അത് ചർച്ച ചെയ്യും, ചിലപ്പോൾ ഈ സായി തന്നെ കയറി സംസാരിക്കും എന്നൊരു തോട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള വിഷയങ്ങൾ പോലെയല്ല, ഇത് വളരെയധികം നാറിയൊരു വിഷയമാണ് പെൺവിഷയം എന്ന് വെച്ചാൽ എന്നൊരു മെൻറ്റാലിറ്റി വരും. അപ്പം അതുകൊണ്ടാണ് മുങ്ങിയത്. പിന്നെ നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ മുങ്ങുമോ? ഇല്ലല്ലോ. എവിടെയോ എന്തൊക്കെയോ ഒന്ന് പാളിപ്പോയത് കൊണ്ടല്ലേ നമ്മൾ മുങ്ങിയിട്ടുണ്ടാവുക. എനിക്കതാ തോന്നുന്നത്. ഒരു കള്ളത്തനവും ചെയ്തില്ലെങ്കിൽ വളരെ കൂളായിട്ട് ഫ്രണ്ടിൽ വന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ പറ്റി പറഞ്ഞ അപവാദമെന്ന് പറയണം. അത് പറയാണ്ടങ്ങ് മുങ്ങിയിട്ടുണ്ട്. സംതിങ് ഫിഷി. ജിൻഡോയ്ക്കായുള്ള അന്വേഷണം, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തു വിട്ടിട്ടുള്ളത്? അനുജ, ഈ കേസുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജിൻഡോയുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു എന്നടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇയാൾക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായി. ഏതോ ഒരു സ്ത്രീ എവിടുന്നോ വന്ന് ആരോപിപ്പിച്ചതല്ല, ജിൻഡോയുമായി പരിചയമുള്ളൊരു സ്ത്രീയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 2 കൺക്ലൂഷൻസ് വരാം. ഒന്നെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിൻ്റെ പുറത്ത് ജിൻഡോ ഈ ലേഡീനെ ഉപദ്രവിച്ചു, ആ ഒരു രീതിയിൽ വരാം. അല്ലെ ജിൻഡോ അത്യാവശ്യം മസിലൊക്കെ ഉള്ളത് കൊണ്ടും, പിന്നെ ജിൻഡോനെ പൊതുവേ ഞാൻ ബിഗ് ബോസിൽ കണ്ടതൊക്കെ അനുസരിച്ച് ഒരു ശാന്തശീലനും ആണെങ്കിലും ഒരു
ഒരു സ്പോണ്ടാനിയസ് ആയി റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ജിൻഡോൻ്റെ രീതിയിൽ ആ കാര്യത്തെ അങ്ങ് എടുത്ത് എന്താണോ പറയാൻ തോന്നുന്നത് ആ രീതി പറയുന്നതിലൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ നേരെ കയറി റിയാക്ട് ചെയ്തതാവാം. ഇതൊരു സൈഡാണ്. രണ്ടാമത്തെ ഒരു സൈഡ് എന്ന് പറയുന്നത് ചിലപ്പം ഈ പെൺകുട്ടിയും ജിൻഡോയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാഷ് വന്നപ്പം ജിൻഡോയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടി ചെയ്ത പോലെയും വേണം. രണ്ടിനും ചാൻസ് ഉണ്ട്. രണ്ടിനെന്ന് വെച്ചാൽ രണ്ടും ചാൻസ് ഉണ്ട്. അത് ജിൻഡോ ഇപ്പോൾ പുറത്ത് വന്ന് എന്താന്ന് പറയേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ജാമ്യമില്ലാ വകുപ്പാണിത്. അപ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള ഈ തോണ്ടലും പിച്ചലും മാന്തലും മാത്രമോ അല്ലെ ഒന്നുമല്ല, ജാമ്യമില്ലാ രീതിയിലുള്ളൊരു വകുപ്പാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പോലീസുകാർ ഇതൊരു ജാമ്യമില്ലാ വകുപ്പാന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണമല്ലോ. ചിലപ്പോൾ ഉപദ്രവിച്ചതിൻ്റെ പാടോ വീഡിയോയോ അതാണല്ലോ എന്നെല്ലാം ഫോണിൽ നടക്കുന്നത്, എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. സാരല്ല, ഇന്നോ നാളെ ആയിട്ട് അതൊക്കെ പുറത്തു വരും. ഈ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇയാൾ എത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ CDR വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നില്ല എങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസായതിനാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പാലാരിവട്ടം CI വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, അപ്പം ഇത്രയേ ഉള്ളൂ. കേസ് ഇച്ചിരി സ്ട്രോങ് ആണ്. ജിൻഡോ ആണെങ്കിൽ മുങ്ങി നടക്കുകയാണ്. അപ്പോൾ ഈ നടത്തരി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ജിൻഡോ മുങ്ങിയതായിരിക്കില്ല, ജിൻഡോ വക്കീലിനെ കണ്ടുപിടിക്കാൻ പോയതായിരിക്കും. കാരണം കയറിയിട്ടുണ്ടേ ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു മുൻകൂർ ജാമ്യം ഒപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും പോകുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെയൊക്കെ കുറിച്ചാണ് കുറേ അലിഗേഷൻസ് കേൾക്കുന്നത്. നല്ല സിനിമാക്കാരുടെ ഒരു ക്യാമ്പയിൻ വന്ന സമയത്ത് നമ്മൾ പോലും ഞെട്ടിയ രീതിയിലുള്ള പല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സത്യാവസ്ഥ ഇല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇതൊരു ഒരു കാർഡ് കേസ് എന്ന് വെച്ചാൽ വിക്ടിം കാർഡ് ഇറക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ചില ആൾക്കാരൊക്കെ വിക്ടിം കാർഡിൻ്റെ ഭാഗമായിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊക്കെ ഇറക്കലുണ്ടല്ലോ. ആ പെർസ്പെക്റ്റീവിൽ എനിക്കിത് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇവരുടെ കയ്യിൽ ഒരു തെളിവും രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിടിക്കാനൊക്കെ റെഡിയായി, നിങ്ങൾ തോന്നിവാസം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ കൺവേ ചെയ്യുന്ന രീതിയിൽ ഈ സാധനങ്ങൾ ഇട്ടതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പിന്നാമ്പുറം നമ്മൾ ഏത് കേസ് കാണുകയാണെങ്കിലും ഒരു കോയിന് രണ്ട് സൈഡുള്ള പോലെ തന്നെ ജിൻഡോൻ്റെ സൈഡിൽ നിന്നും എന്തൊക്കെയൊക്കെയോ കേൾക്കാനുണ്ട്. ആ ഭാഗങ്ങളും കൂടെ നമ്മൾ കേൾക്കണം. പിന്നെ ഈ പീഡനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഉപദ്രവ ആരോപണത്തിലൊക്കെ എനിക്ക് രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഈ പെർട്ടിക്കുലർ കൊടുക്കുന്ന ആൾക്കാരുടെ എഗെയിൻസ്റ്റാണ്. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നടന്ന ആ സമയം തന്നെ കേസ് കൊടുക്കാത്തത് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ചില ആൾക്കാരൊക്കെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ടോക്സിക് ബന്ധം, റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് ഈ രണ്ട് വ്യക്തികൾ തമ്മിലെ ബന്ധമല്ല. ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒക്കെ ഒരു റിലേഷൻഷിപ്പാണല്ലോ. റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയി അവർ തെറ്റിക്കഴിയുമ്പോൾ വന്ന് കേസ് കൊടുക്കുക, എന്നെ ഇവൻ ഇത്ര കാലമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. കിട്ടുന്ന ആ ടൈം കൊടുക്കണം. അന്ന് ഇത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഊഹു എന്ന് പറഞ്ഞ് പിന്നെ കംപ്ലീറ്റ് തെറ്റുമ്പോൾ നമ്മൾ പ്ലേറ്റ് മറിച്ചിടുന്ന ആ സാധനത്തിനൂടെ എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അഭിപ്രായമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യമല്ല, എന്നാൽ ഞാൻ ഇതിൽ പറയുന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർ തമ്മിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പിലാവും, റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞ് ഫർദർ ഫ്രണ്ടോട്ട് പോകുമ്പോൾ അവർ വല്ല തെറ്റുന്നതോ അല്ലെ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത്, അതിനോടും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്ത് കാര്യങ്ങളും നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ അതൊരു കേസാക്കാൻ ശ്രമിക്കും. ആ ഒരു പോയിന്റ് എനിക്ക് പറയണം തോന്നി. കാരണം കറൻ്റ് ഒരുപാട് പീഡന അലിഗേഷൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അവർ രണ്ടുപേരും ഓക്കെ ആയി ചെയ്യുന്ന പല കേസുകളായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് നേരെ അവരുടെ തലയിലോട്ടിടുന്ന സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കോൺട്രവേഴ്സിയിൽ എത്രത്തോളം സത്യമുണ്ട്, ഇതിൻ്റെ ഫാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്താണ് വരാൻ പോകുന്നത് എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം ജിൻഡോ ഇതുവരെ പ്രസൻ്റ് ആയിട്ടില്ല. അപ്പോൾ ജിൻഡോ പ്രസൻ്റായി ജിൻഡോ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുക. എന്തൊക്കെയാണെങ്കിലും ജിൻഡോ പറയാണ്ട് നിൽക്കില്ല. ലഹരിൻ്റെ കേസ് വന്ന സമയം തന്നെ ജിൻഡോ വളരെ വ്യക്തമായിട്ട് പലതും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ജിൻഡോൻ്റെ വായിൽ നിന്ന് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസും കിട്ടും. പിന്നെ ഇങ്ങനെ ഈ ഒളിച്ച് നടക്കുന്ന സമയം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഭാഗത്ത് കള്ളത്തരുണ്ട് എന്ന് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വേഗം ഫ്രണ്ടോട്ട് വരിക. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായത്തിന് വേണ്ടി മുന്നോടുക. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടി. സോ ഗൈസ് ബൈ, സീ യു. കാണാം അടുത്ത വീഡിയോ ആയിട്ട്.